ഈ ലോകത്ത് എല്ലാ മനുഷ്യരുടെയും ആഗ്രഹമല്ലേ ജീവിതത്തിൽ വിജയിക്കണമെന്ന്? പരാജയപ്പെടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ആരെങ്കിലും എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നുണ്ടോ? പിന്നെ എന്തുകൊണ്ടാണ് ഭൂരിഭാഗം ആളുകളും അവരവർ ഏർപ്പെടുന്ന മേഖലകളിൽ പരാജയപ്പെടുന്നതിന്റെ കാരണം? അതിന്റെ കാരണം പ്രപഞ്ച നിയമം അതാണ്. അർഹതയുള്ളവൻ അതിജീവിക്കും. നമുക്ക് ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കണമെങ്കിൽ അതിനുള്ള അർഹത നമുക്ക് വേണം. നമുക്കറിയാം, വനത്തില് മാംസഭുക്കളായിട്ടുള്ള ജീവികളുണ്ട്, സസ്യാഹാരികളായിട്ടുള്ള ജീവികളുമുണ്ട്. ഒരു കാട്ടില് കടുവയോ പുലിയോ ഉണ്ട് എന്ന് കരുതി ആ കാട്ടിലെ മുഴുവൻ മാനിനെയും അവയ്ക്ക് പിടിച്ച് ഭക്ഷിക്കാൻ വേണ്ടി സാധിക്കുമോ? ഈ ജീവികളിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ കഴിവുള്ളവ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ഇതുപോലെയാണ് നാം മനുഷ്യരുടെ അവസ്ഥയും. എല്ലാവർക്കും വിജയിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട് എന്ന് കരുതി എല്ലാവർക്കും വിജയിക്കാൻ വേണ്ടി സാധിക്കില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും വിജയം കിട്ടിയാൽ എന്തായിരിക്കും അവസ്ഥ? ആരെങ്കിലും ശാരീരിക അധ്വാനം കൂടുതലായിട്ടുള്ള ജോലികൾ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാകുമോ? എല്ലാ ഹോസ്പിറ്റലിലും ഡോക്ടർമാർ മാത്രം വന്നാൽ ആ ഹോസ്പിറ്റലുകളുടെ പ്രവർത്തനം നടക്കുമോ? സ്കൂളിലും കോളേജിലും ഒക്കെ അധ്യാപകർ മാത്രം വന്നാൽ ആ സ്ഥാപനം പ്രവർത്തിക്കുമോ? ക്ലീനിങ് സ്റ്റാഫ് വേണം, കുട്ടികളെ ആ സ്ഥാപനത്തിലേക്ക് എത്തിക്കുന്ന ബസ് ഡ്രൈവർമാർ വേണം. സമൂഹത്തിൽ കൂടുതൽ ആവശ്യം ഇത്തരം സാധാരണ ജോലി ചെയ്യുന്ന മനുഷ്യരെയാണ് ആവശ്യം. സമൂഹത്തിന് ആവശ്യം പണക്കാരെ അല്ല, പണിക്കാരെയാണ് ആവശ്യം. ഈ പ്രപഞ്ചത്തിന് ആവശ്യം അതാണ്. അതുകൊണ്ട് നമ്മളുടെ എല്ലാം മനസ്സെന്തായിരിക്കും? നമ്മളുടെ മനസ്സ് മടിപിടിച്ച മനസ്സായിരിക്കും. ആർക്കാണോ ക്ലിയർ ആയിട്ടുള്ള വിഷൻ ഉള്ളത്, ജീവിതത്തിൽ എനിക്ക് എത്തപ്പെടേണ്ടത് എവിടാണെന്ന് ക്ലിയർ ആയിട്ട് വിഷൻ ഉള്ളത്, ആ വിഷൻ അനുസരിച്ച് ആക്ഷൻ ഉള്ളത്, അവരാണ് ജീവിതത്തിൽ വിജയിക്കുന്നത്. ഇന്ന് നിങ്ങൾക്ക് ജോലിയോ ബിസിനസ്സോ എന്തെങ്കിലും ഒരു വരുമാന മാർഗം ഉണ്ടായിരിക്കുമല്ലോ. എങ്ങനെയാണ് നിങ്ങൾക്ക് ആ ജോലി കിട്ടിയത്? നിങ്ങളുടെ നോളജും സ്കില്ലും അനുസരിച്ചിട്ടല്ലേ? ആ മേഖലയിൽ നിങ്ങൾ എത്തിയത് ആരെങ്കിലും നിങ്ങളെ എത്തിച്ചതാണോ? നിങ്ങളുടെ പരിശ്രമം കൊണ്ടല്ലേ നിങ്ങൾക്ക് കിട്ടിയ ജോലി ആയാലും ബിസിനസ് ആയാലും നിങ്ങളുടെ പരിശ്രമം കൊണ്ടല്ലേ നിങ്ങൾക്ക് കിട്ടിയത്? ഇന്ന് നിങ്ങൾ ജീവിക്കുന്ന ജീവിതത്തിൽ നിന്ന് കുറച്ചുകൂടി ഉയരണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതും ആരാണ് ചെയ്യേണ്ടത്? അതിനനുസരിച്ച് ആരാണ് സ്വപ്നം കാണേണ്ടത്? അതിനനുസരിച്ച് ആരാണ് പ്രവർത്തന പദ്ധതി ഉണ്ടാക്കേണ്ടത്? അതിനനുസരിച്ച് ആരാണ് പ്രവർത്തിക്കേണ്ടത്? അത് നിങ്ങൾ തന്നെയല്ലേ അത് ചെയ്യേണ്ടത്. അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ജീവിത വിജയം നേടാൻ ഭൂരിഭാഗം പേർക്കും കഴിയാതെ പോകുന്നത്. എൻ്റെ ഒരു സുഹൃത്ത് 10ാം ക്ലാസ് 2 പ്രാവശ്യം എഴുതി പരാജയപ്പെട്ടു. അതിനുശേഷം പെയിന്റിങ്ങിന്റെ വർക്കൊക്കെ ചെറിയ രീതിയിൽ പലരുടെയും കൂടെ പോയി ചെയ്യുകയായിരുന്നു. പിന്നീട് ചെറിയ ഒരു പെയിന്റിംഗ് കോൺട്രാക്ടറായി ഇന്ന് വില്ലകളൊക്കെ നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു ബിൽഡറായിട്ട് അദ്ദേഹം മാറിയിട്ടുണ്ട്. 50 ലക്ഷത്തിനും 70 ലക്ഷത്തിനും ഇടയ്ക്കാണ് അദ്ദേഹത്തിന്റെ ഒരു മാസ വരുമാനം. ഈ അടുത്ത സമയത്ത് ഞാൻ അദ്ദേഹവുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഓരോ വീട്ടിൽ പണിക്ക് പോകുമ്പോഴും എൻ്റെ സ്വപ്നം എനിക്ക് ആ പണി തന്ന ആ കോൺട്രാക്ട് എടുത്ത വ്യക്തികളെ പോലെ ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിച്ചത്. എപ്പോഴും എനിക്കറിയാം, നമ്മൾ തന്നെ ഒരു വ്യക്തി മാത്രം കിടന്ന് അധ്വാനിച്ചാൽ ജീവിതത്തിൽ എങ്ങും എത്താൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു ബിസിനസിന്റെ ആ ഒരു മേഖലയുടെ രഹസ്യങ്ങൾ മനസ്സിലാക്കി എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇവരൊക്കെ ചെയ്യുന്നതെന്ന് നോക്കി പഠിക്കുകയാണ് ഞാൻ ചെയ്തത്. എൻ്റെ ആ ആഗ്രഹവും ആ പരിശ്രമവുമാണ് എന്നെ ജീവിതത്തിൽ വിജയിപ്പിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതാണ് ജീവിതത്തിൽ വിജയിച്ച എല്ലാ മനുഷ്യർക്കും പറയാനുള്ളത്. അവരവരുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് പ്രവർത്തന പദ്ധതി ഉണ്ടാക്കി, ക്ലിയർ ആയിട്ടുള്ള വിഷൻ ഉണ്ടാക്കി, അതനുസരിച്ച് അവർ ഹാർഡ് വർക്ക് ചെയ്തു. ഈ 2 കാര്യങ്ങൾ നാം കൃത്യമായി ചെയ്താൽ ഏതൊരു സാഹചര്യത്തിൽ നിന്നും ഏതൊരു മനുഷ്യനും അസാമാന്യമായ വിജയം നേടാൻ വേണ്ടി സാധിക്കും. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം.